സിറിയയുടെ ഭരണം അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ഭരണം പിടിച്ചെടുത്തുന്ന അവകാശവാദമായി വിമത സംഘങ്ങൾ തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ 24 വർഷം നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ചുവെന്ന അവകാശവാദവുമായാണ് സംഘടനകൾ വിമതർ രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം പ്രസിഡന്റ് രാജ്യം വിട്ടുവെന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. ചില ദൃശ്യങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിൽ തലസ്ഥാനമായ ഡമാസ്കസിന്റെ നിരത്തുകളിൽ ജനക്കൂട്ടത്തിന്റെ ആഘോഷം, ആ കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. എന്നവർ ജനക്കൂട്ടം വിളിക്കുന്നതായും രാജ്യാന്തര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അസദിന്റെ ചിത്രങ്ങൾ, അതോടൊപ്പം തന്നെ അസദിന്റെ പിതാവിന്റെ വലിയ പ്രതിമകളൊക്കെ തകർത്തിട്ടുണ്ട് വിമതർ. സിറിയയിൽ അസദ് ഭരണത്തിന് അവസാനമായെന്ന് പ്രഖ്യാപിക്കുകയാണ് വിമതസേന. തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചെടുത്തതിനു ശേഷമാണ് ഈ പ്രഖ്യാപനം വരുന്നത്. ബാഷർ അൽ അസദ് രാജ്യം വിട്ടുവെന്ന് സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അസദ് എവിടേക്കാണ് പോയതെന്ന് സൂചനയില്ല. സമാധാനപരമായ ഭരണമാറ്റത്തിന് തയ്യാറാണെന്നും പ്രധാനമന്ത്രി അറിയിക്കുന്നു. രാജ്യവും രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക്, ആഭ്യന്തര കലാപത്തിലേക്ക് പോകുമ്പോൾ ആദ്യം വീണുടയുന്നത് ഇത്തരം പ്രതിമകൾ തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ കണ്ടതും സമാനമായ ദൃശ്യങ്ങളാണ്. ഇപ്പോൾ സിറിയയിലാണ്. നേരത്തെ തന്നെ 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ സിറിയയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന് കർശന നിർദ്ദേശവും നൽകിയിരുന്നു. അഖില CP വിവരങ്ങളുമായിട്ട്. അഖില, വളരെ ഗുരുതരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. ആരും ഇടപെടുന്നില്ല, അമേരിക്ക ഇടപെടുന്നില്ല, മറ്റു രാജ്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നു. അവിടുത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് നിലയിലാണ് പോകുന്നത്? ഏതെങ്കിലും രീതിയിലുള്ള സമവായ നീക്കങ്ങൾ ഈ അസദ് പുറത്തേക്ക് അല്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന കാര്യത്തിനും സ്ഥിരീകരണമുണ്ടോ? ദിവിഷ്, നിലവിൽ ഒരു തരത്തിലുള്ള സമവായ നീക്കങ്ങളും അവിടെ നടക്കുന്നില്ല. ഈ അസദ് എങ്ങോട്ടാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ഏത് മാർഗം വഴിയാണ്, ഏത് രാജ്യത്തോട്ടാണ് ഇത്തരത്തിൽ പോയത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതായത് കുറച്ച് സമയത്തിനുള്ളിൽ ഈ ഡമാസ്കസിൽ വെച്ച് തന്നെ ഈ വിമത സംഘത്തിലെ തലവർ തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്ത. അതായത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒന്നാലോചിച്ച് നോക്കൂ, കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള വിമതർ നീക്കം നടത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ദമാസ്കസ് ഉൾപ്പെടെയുള്ള സിറിയയുടെ തലസ്ഥാന നഗരമായ ദമാസ്കസ് ഉൾപ്പെടെയുള്ള നഗരങ്ങൾ പിടിച്ചെടുക്കുന്നത്. ആദ്യം അലപ്പോ കേന്ദ്രീകരിച്ച് വിമത നീക്കങ്ങൾ നടത്തി, പിന്നെ ഹോംസിലോട്ട് കേന്ദ്രീകരിച്ചു. ഇന്ന് രാവിലെയോടെയാണ് ഈ ഇത്തരത്തിലുള്ള ദമാസ്കസിലോട്ട്, ഇന്ത്യൻ സമയം രാവിലെയോടെയാണ് ദമാസ്കസിലും ഇത്തരത്തിലുള്ള വിമത നീക്കങ്ങൾ നടത്തുന്നത്. അപ്പോൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിമത നീക്കങ്ങൾ നടത്താൻ സിറിയയ്ക്ക്, അല്ലെങ്കിൽ ബാഷർ അൽ അസദിന് മറ്റ് രാജ്യങ്ങളോട്, റഷ്യ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് സഹായം തേടാൻ